നമസ്കാരം, ഞാൻ വിഷ്ണുദത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അട്ടിമറിയില്ലെന്ന് പോലീസ്. ശബരിമലയിൽ സ്വർണ്ണക്കൊടിമരം കേടുവരുത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. ആന്ധ്രയിൽ സമാന ആചാരമുള്ളതായി IG മനോജ് എബ്രഹാം. കൊടിമരം സ്ഥാപിക്കുമ്പോൾ കുഴിയിൽ നവധാന്യങ്ങൾക്കൊപ്പം മെർക്കുറിയും ഒഴിക്കാറുണ്ട്. സംഭവത്തിൽ വിശദ അന്വേഷണം നടത്തുമെന്നും വിശദീകരണം. സംഭവത്തിൽ ദുരൂഹത തുടരവെ അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക്. അട്ടിമറി ആരോപണത്തിൽ അന്വേഷണം നടത്തുന്നത് കേന്ദ്ര ഇന്റലിജൻസും റോയും ചേർന്ന്. പിടിയിലായവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് സംസ്ഥാന പോലീസ്. വിജയവാഡ സ്വദേശികളായ 3 പേർക്കെതിരെ ചുമത്തിയത് വിശ്വാസം വ്രണപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ. സംഭവത്തിൽ അട്ടിമറിയില്ലെന്ന് പ്രാഥമിക നിഗമനം. പിടിയിലായവർക്കെതിരെ സമഗ്ര അന്വേഷണം നടത്താൻ ആന്ധ്ര പോലീസിന്റെ സഹായം തേടാനും തീരുമാനം. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം നടത്തിയ തിരച്ചിലിൽ ആന്ധ്ര സ്വദേശികളെ കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ വൈകിട്ട് പമ്പ ബസ് സ്റ്റാൻഡിൽ നിന്ന്. ചോദ്യം ചെയ്യലിൽ കുറ്റം സംബന്ധിച്ച പ്രതികളിൽ നിന്ന് മെർക്കുറി അടങ്ങിയ കുപ്പി പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. ദുരൂഹതയുടെ ചുരുളഴിക്കാൻ. നടിയെ ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം കൂടുതൽ ശക്തമാക്കി പോലീസ്. മുഖ്യപ്രതി പൾസർ സുനി ദിലീപിന്റെ മാനേജറെ വിളിക്കാൻ ഉപയോഗിച്ച മൊബൈൽ ഫോണും സിം കാർഡും പോലീസിന്. തമിഴ്നാട് മേൽവിലാസത്തിലുള്ള സിം കാർഡ് സുനിക്ക് കൈമാറിയത് സഹതടവുകാരൻ വിഷ്ണു എന്ന അന്വേഷണ സംഘം. തെളിവുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. കേസിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് തയ്യാറെന്ന് ദിലീപ്. നുണപരിശോധനയ്ക്കും ബ്രെയിൻ മാപ്പിംഗിനും ഒരുക്കമെന്ന് പ്രഖ്യാപനം. സിനിമാ രംഗത്ത് നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമം നടക്കുന്നു. കേസുമായി ഒരു ബന്ധവുമില്ലെന്നും ചില മാധ്യമങ്ങളടക്കം തന്നെ ബോധപൂർവം തേജോവധം ചെയ്യുന്നുവെന്നും ദിലീപ്. പുതിയ നീക്കം. സംഭവത്തിൽ വഴിത്തിരിവുമായി മുഖ്യപ്രതിയുടെ മൊഴി പുറത്തുവന്ന സാഹചര്യത്തിൽ ആക്രമണം നടക്കുമെന്ന് ദിലീപ് നേരത്തെ അറിഞ്ഞിരുന്നുവെന്നും ഗൂഢാലോചനയിൽ താരത്തിന് പങ്കുണ്ടെന്നും വെളിപ്പെടുത്തൽ. ആരോപണ പ്രത്യാരോപണ പശ്ചാത്തലത്തിൽ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് പോലീസ്. ആത്മഹത്യയിൽ അന്വേഷണം. കോഴിക്കോട്ടെ കർഷക ആത്മഹത്യയിൽ റവന്യൂ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ അന്വേഷണം ബന്ധുക്കളിലേക്കും. നീക്കം. ജോയി വില്ലേജ് ഓഫീസർക്ക് നൽകിയ പരാതിക്കുറിപ്പിൽ വസ്തുവിനെ ചൊല്ലി സഹോദരന്മാർക്കിടയിലെ ഭിന്നത സംബന്ധിച്ച് സൂചനയുള്ള സാഹചര്യത്തിൽ കത്തിന്റെ ആധികാരികത സംബന്ധിച്ച് കൂടുതൽ അറിയില്ലെന്ന് ഭാര്യ മോളി. കേസിനെ കുടുംബ പ്രശ്നമാക്കി മാറ്റാൻ പോലീസ് ശ്രമം നടക്കുന്നതായി ജോയിയുടെ സഹോദരൻ ജോൺസൺ. മറ്റൊരു സഹോദരനായി ജിമ്മിയുമായി മാനസിക അകൽച്ച ഉണ്ടായിരുന്നു. എന്നാൽ ഭൂമിപരമായി സഹോദരങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്നും ആത്മഹത്യയിലേക്ക് നയിച്ചത് റവന്യൂ ഉദ്യോഗസ്ഥരെന്നും വിശദീകരണം. സംഭവത്തിൽ ഒളിവിൽ കഴിയുന്ന വില്ലേജ് അസിസ്റ്റന്റ് സിലീഷ് തോമസിനായി തിരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ്. ജോയിയുടെ മരണസമയം വീട്ടിലുണ്ടായിരുന്ന ഇയാൾ കടന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിന് പിന്നാലെയെന്ന് പോലീസ്. വിഷയം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച ഉദ്യോഗസ്ഥ വീഴ്ചയെക്കുറിച്ചുള്ള റിപ്പോർട്ട് സർക്കാരിന് ഉടൻ കൈമാറുമെന്ന് റവന്യൂ സെക്രട്ടറി PH കുര്യൻ. മഴയുടെ മടങ്ങിവരവിൽ. ഇടവേള പിന്നിട്ടെത്തിയ മൺസൂൺ മഴ സംസ്ഥാനത്ത് വീണ്ടും ശക്തം. തെക്കൻ ജില്ലകളിൽ ഇന്നലെ ആരംഭിച്ച കാലവർഷം വടക്കൻ മേഖലയിലും വ്യാപകം. മഴ കനത്തതോടെ തീരദേശങ്ങൾ കടലാക്രമണ ഭീഷണിയിൽ. താഴ്ന്ന പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. വിവിധ ജില്ലകളിൽ വ്യാപകമായ പനിബാധ. കാലവർഷത്തിന്റെ മടങ്ങിവരവോടെ കൂടുതൽ രൂക്ഷമാകുമെന്ന ആശങ്ക. സർക്കാർ നടത്തുന്ന പ്രതിരോധ യജ്ഞങ്ങൾ നിഷ്ഫലമാക്കി പനിമരണങ്ങൾക്കും തുടർച്ച. ജനകീയ പങ്കാളിത്തത്തോടെ സർക്കാർ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ സമഗ്ര ശുചീകരണ യജ്ഞത്തിന് നാളെ തുടക്കം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.